നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്നലത്തെ ലൈവും എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജിൻഡോയുടെ ഒരു വേറെ ലെവൽ വേർഷനാണ് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു വഴക്കിൽ ജാസ്മിനെ വളരെ രീതിയിൽ പ്രകോപിച്ചു കൊണ്ടുള്ള മറുപടിയായിരുന്നു ജിൻഡോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ജിൻഡോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജിൻഡോ ഒരു വേറെ ലെവൽ കോമഡിയാണ്. പണ്ടത്തെ ജഗതി ചേട്ടൻ്റെയൊക്കെ ആ ഒരു നിലവാരത്തിലുള്ള ഒരു കോമഡിയാണ് ജിൻഡോയുടെ സൈഡിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈവനിങ് എപ്പിസോഡിൽ കാണിച്ചതുപോലെ തന്നെ ഒരു സ്പോൺസേഡ് ടാസ്കിൽ ജിൻഡോയുടെ വിക്രം വേർഷൻ വേറെ ലെവലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ജിൻഡോയുടെ സൈഡിൽ നിന്ന് തന്നെ ഇട്ടുകൊണ്ട് ഒരു വേറെ ലെവൽ, അതായത് ജഡ്ജായിട്ടുണ്ടായിരുന്ന ജാസ്മിനും അതേപോലെ തന്നെ നോറയൊക്കെ ചിരിച്ച് ഊപ്പാടിളകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് കാണാത്തവർ ദയവചെയ്ത് എപ്പിസോഡിൽ ഉണ്ടാവും, അതൊന്നും പോയി കാണുക. അതായത് അത്രയ്ക്കും കോമഡി ആയിട്ടുള്ള രീതിയിൽ ചിരിച്ച് മരിച്ചൊരു എപ്പിസോഡ് ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. മികച്ച രീതിയിലുള്ള ഒരു സ്കോറിംഗ് ആയിരുന്നു ഇന്നലെ ജിൻഡോ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വേറൊരു വിഷയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്നിപരീക്ഷ ടാസ്കിൽ ജാസ്മിനെ തുരത്തി അടിക്കുന്ന സിജോയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ജാസ്മിൻ്റെ വാദങ്ങളൊക്കെ ഒന്നൊന്നായി എണ്ണി പൊളിക്കുന്ന ഒരു കാഴ്ചയാണ്. സിജോ വളരെ വ്യക്തമായ രീതിയിൽ ജാസ്മിൻ്റെ ഫോൾട്ടും ജാസ്മിൻ ഇതുവരെ നടത്തിയിട്ടുള്ള ഗെയിം പ്ലാനിങ്ങും അതേപോലെ തന്നെ ജാസ്മിൻ്റെ ഓരോ കാര്യങ്ങളും കിച്ചണിലൊക്കെ ഹൈജീനായിട്ട് ഇല്ലാതെ പ്രവർത്തിച്ച ജാസ്മിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് പറയാൻ സിജോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജാസ്മിനെതിരെ പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പേഴ്സൺ ഇതുവരേക്കും അവിടെ ഉണ്ടായിരുന്നില്ല. ആരും ജാസ്മിനെതിരെ സംസാരിക്കാനും നിൽക്കില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് അവിടുന്ന് മാറുന്ന മത്സരാർത്ഥികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ സിജോ അങ്ങനെയല്ല. സിജോ ജാസ്മിനെ ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് ജാസ്മിനെതിരെ ശരവർഷങ്ങൾ എറിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ജാസ്മിൻ അവിടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ ന്യായീകരിക്കാനൊക്കെ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെങ്കിൽ ജാസ്മിൻ്റെ വാദങ്ങളെല്ലാം ഒന്നൊന്നായി കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് ഓരോ ചോദ്യവും ഓരോ വാദങ്ങളും പൊളിച്ചടക്കുന്ന സിജോയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സിജോ ഒരു നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. കാരണം സിജോ സംസാരിക്കുന്ന ഓരോ വിഷയവും, അതായത് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും വളരെ ക്ലാരിറ്റിയോടെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ജാസ്മിനെ കലപില സംസാരിച്ചുകൊണ്ട് ജാസ്മിൻ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വാദങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ശരവർഷങ്ങൾ നമ്മുടെ സിജോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജാസ്മിൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ ഒരു സമയത്ത് കാണാൻ സാധിച്ചത്. എന്തായാലും ഇത് ഒരു നല്ലൊരു കണ്ടന്റ് തന്നെയാണ്. പക്ഷേ ബിഗ് ബോസ് അത് എപ്പിസോഡിൽ കാണിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ബിഗ് ബോസിൻ്റെ ദത്തുപുത്രിയാണല്ലോ ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ഈ ജാസ്മിൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു മൊമെന്റ് എപ്പിസോഡിൽ കാണിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.